ഹലോ ഗായ്സ്, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങൾക്കും സുഖമാണ്, സേഫാണ്. അപ്പോൾ ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണത് എന്താണെന്നറിയോ? കല്യാണത്തിന് പോകാൻ നിൽക്കുകയാണ്. ഡ്രസ്സൊക്കെ മാറി വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് അർജു കൂടെ നിന്നിട്ട് ഞാനുണ്ട് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനെന്നൊക്കെ പറയാണ്. അങ്ങനെ അവനും എൻ്റെ കൂടെ കല്യാണത്തിന് വരാമെന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ ഞാൻ കൊണ്ടുപോകില്ല, കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ എനിക്ക് ബാഗൊക്കെ കൊടുന്നു തരാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് എൻ്റെ 2 ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്യാണ്, റംഷിയ, ജംസീന. അവർ രണ്ടുപേരെ വീടും ഏകദേശം അടുത്താണ്. അപ്പോൾ ഒരുമിച്ചാണ് അവർ വരുന്നത്. കൂറ്റനാട് എത്തിയിട്ട് എനിക്ക് സിഗ്നൽ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ എൻ്റെ കൂടെ 10ൽ പഠിച്ചത് തന്നെ ഷമീർ പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് വണ്ടി ആയിട്ടാണ് വരുന്നത്, അവൻ്റെ കൂടെ ഞങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി KR ബേക്കറിയുടെ മുന്നിൽ വെയിറ്റ് ചെയ്തപ്പോഴത്തേ അവനെത്തി. അപ്പോൾ അവൻ്റെ കൂടെ കുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ പറഞ്ഞത്ര ഒറ്റയ്ക്ക് പോകണ്ട, കുട്ടീനായിട്ട് പോയിക്കോന്ന്. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഇതാണ് ഞങ്ങൾ പഠിച്ച സ്കൂൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല, പോണ വഴിക്ക് കാണിച്ചു തരാനേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് കൂറ്റനാട് ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയമാണ് കേട്ടോ, മല റോഡ്. അപ്പോൾ അവിടേക്ക് എത്തി ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങളെ കാത്തിട്ട് ഞങ്ങളൊരു ഫ്രണ്ട് ജയേഷ് നിൽക്കുന്നുണ്ടായിരുന്നു. അവന് ചാവക്കാട് രാജ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് നേരത്തെ പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങളെ കൂടെ സ്പെൻഡ് ചെയ്തു. ഇപ്പുറത്തെ സൈഡിലൂടെ കയറിയപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ വെൽക്കം ഡ്രിങ്ക് ഉണ്ടെന്ന് ഷമീർ പറഞ്ഞത്. ഓൻ്റെ കല്യാണത്തിന് വന്ന പോലെ ഞങ്ങളെ ഭയങ്കരമായിട്ട് സൽക്കരിച്ച്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ സ്റ്റേജിൽ വന്ന് ഞങ്ങളെ വേഗം അജിത്ത് മനസ്സിലാക്കി. വൈഫിനോട് ചുവട്ടിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കുറച്ചായിരിക്കും, കുഴപ്പമില്ല, പുതുക്കല്ലേ. അങ്ങനെ ഞങ്ങളവിടെ പോയിരുന്ന് അവൻ്റെ കുറേ കുടുംബക്കാരുണ്ടായിരുന്നു. അവരെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളുടെ ഷോ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഗിഫ്റ്റൊക്കെ കൈമാറി. ഞങ്ങൾ പഠിച്ചിരുന്നത് വട്ടനാട് സ്കൂളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഞങ്ങൾ 10ാം ക്ലാസ് ബാച്ചാണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടെ പഠിച്ച അധികം ആരും ഇപ്പം നാട്ടിലില്ല. ഒരുവിധം ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഒക്കെ ഓരോ സ്ഥലത്തായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഉള്ള ആൾക്കാർ വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നത്. കുറേ ഗെറ്റ് ടുഗദറൊക്കെ നടത്താനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ എന്തായാലും അജിത്തിൻ്റെ കല്യാണം എല്ലാം ഒന്ന് കൂടാമെന്ന് വിചാരിച്ച് പറ്റുന്നവരൊക്കെ വന്ന്. റിസപ്ഷൻ ആയതുകൊണ്ട് പലരും പല ടൈമിലാണ് വന്നത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കൂട്ടാൻ പറ്റിയില്ല. ഉള്ളവരൊക്കെ വെച്ചിട്ടാണ് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നത്. എന്നാലും എല്ലാ ഭാഗവും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇടയിലുള്ള ഐഫോൺ ചങ്ക് പറഞ്ഞു, അതായത് ഷമീർ, നമുക്ക് സെൽഫിയൊക്കെ എടുക്കാമെന്നുള്ളത്. അപ്പോൾ അത് സെൽഫി എടുക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ചോറ് തിന്നാൻ പോകാൻ. ജയേഷ് ഭയങ്കര തിരക്കിലായിരുന്നു, ഡ്യൂട്ടിക്ക് പോകണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് നോക്കുമ്പോൾ ജയേഷിന് അജിത്തിനോട് എന്തൊക്കെയോ പറയാനുണ്ട്. അത് ഷമീർ വിട്ടുകൊടുത്തില്ല. ഷമീർ പറഞ്ഞ് അവിടെ നിൽക്ക്, ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ എടുക്കട്ടെ, ഗ്രൂപ്പിലേക്ക് തട്ടാനുള്ളതാണ് പറഞ്ഞിട്ട് എല്ലാവരും മാറ്റി നിർത്തിയിട്ടാണ് ഷമീറിൻ്റെ ഫോട്ടോഗ്രാഫ്. അങ്ങനെ ഞങ്ങൾ ഒഴിഞ്ഞൊരു ഇടം നോക്കിയിട്ട് 6 പേര് കുത്തിയിരുന്നു. ഞങ്ങൾ 4 പേരും കഥകൾ കേൾക്കാൻ ഷമീർ റെഡിയായിരുന്നു. ജയേഷിന് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ വർത്തമാനത്തിന് ശേഷം വീണ്ടും ചെക്കൻ്റെയും പെണ്ണിൻ്റെയും സ്നാപ്പ് എടുക്കട്ടെ പറഞ്ഞിട്ട് ഞാനവിടെ എടുക്കാൻ ചെന്നപ്പോൾ വീഡിയോ ആണ് കിട്ടിയത്. അവൻ്റെ ആരോ ആണ്. എന്തായാലും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് നല്ല ബിരിയാണിയുടെ മണം അടിച്ചത്. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ വേഗം പോയിട്ട് സീറ്റ് പിടിച്ച്, ചെക്കൻ്റെ ആൾക്കാർക്കല്ലേ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ജയേഷ് പറഞ്ഞ് പ്ലേറ്റ് ഇങ്ങോട്ട് താ, എല്ലാവർക്കും ഞാൻ വിളമ്പിത്തരാന്ന്. അങ്ങനെ ഓനാണ് ഞങ്ങൾക്ക് 4 പേർക്കും വിളമ്പി തന്നത്. അത് കഴിഞ്ഞിട്ട് അഡീഷണലായിട്ട് ഞങ്ങൾ പിന്നെ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കുകയാണ് ചെയ്തത്. ഷമീർ പിന്നെ കുട്ടീനെ കൊടുന്നതുകൊണ്ട് കുട്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടാണ് ഓൻ ഇരുന്നിരുന്നത്. ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഫാൻ തിരിയുന്ന ഭാഗത്ത് പോയിരുന്ന് ഞങ്ങൾ വീണ്ടും കഥകൾ ആരംഭിച്ചതിൻ്റെ ഇടക്കാണ് ഞങ്ങളുടെ ക്ലാസ് ലീഡറായ ഷെഫീഖിൻ്റെ കുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. പണ്ട് ക്ലാസ് വിറപ്പിച്ച ഒരു ഐറ്റമായിരുന്നു. ഒരു വീഡിയോ എടുക്കണുണ്ടാക്കി നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിരി. ഇനിയിപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ വന്ന് വൈറലാവൂലേ എന്നൊക്കെ ആയിരുന്നു ഓൻ പറഞ്ഞിരുന്നത്.
അപ്പോൾ ഞങ്ങളിൽ നേരത്തെ കല്യാണം കഴിഞ്ഞ ഒരാളായിരുന്നു കേട്ടോ അവൻ. അതുകൊണ്ട് തന്നെ ഓനിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫ്രണ്ട് ഹരിത വന്നു. ഓൾ കുട്ടികളുള്ളതുകൊണ്ട് നേരം വൈകിട്ടാണ് വന്നത്. പിന്നെ ജയേഷ് പോയി ഡ്യൂട്ടിക്ക്. ഷെഫീഖിന് ഹരിതനും കിട്ടിയതിന് ശേഷം അവരെ കൂടി ഒരു സെൽഫി എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ചെക്കൻ്റെയും പെണ്ണിൻ്റെ അടുത്തേക്ക് പോയി സംസാരിക്കാൻ വേണ്ടിയിട്ട്, യാത്ര പറയാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ വരുമ്പോൾ ഷമീറിൻ്റെ കൂടെ വന്നു, പോകുമ്പോൾ ഷെഫീഖിൻ്റെ കൂടെ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ബസ് പൈസ ലാഭമായി. അങ്ങനെ കുറച്ച് നേരത്തെ തള്ളതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലായി. ഷെഫീഖിൻ്റെ വണ്ടി കയറിയിട്ട് ഞങ്ങൾ 4 പേരും 4 ദിക്കിലേക്ക് പോയി. അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ടാറ്റാ.